കൊച്ചി തൃക്കാക്കരയിൽ ചായ കുടിച്ച പണം ചോദിച്ചതിന് കട ഉടമയ്ക്കും ജീവനക്കാരനും നല്ല മർദ്ദനമേറ്റു. സംഭവത്തിൽ ഇപ്പോൾ ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 3 പേർ ചേർന്നാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടത്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. കൊച്ചിയിൽ നിന്ന് നല്ല മർദ്ദനമാണല്ലോ. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. പറയൂ വിഷ്ണു. തൃക്കാക്കര മുനിസിപ്പൽ മാർക്കറ്റിന് സമീപമുള്ള ടീ കമ്പനി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇന്നലെ ഈ മർദ്ദനമുണ്ടായത്. അതായത് 3 യുവാക്കൾ അവിടെ സ്ഥിരമായി ചായ കുടിക്കാനെത്തും. പക്ഷേ തിരക്കുള്ള സമയത്ത് ഇവർ പണം നൽകാതെ കടന്നു കളയുന്നതായിരുന്നു ഇവരുടെ രീതി. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ആ കടയിൽ കാര്യമായ തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉടമയും ആ ജീവനക്കാരനും ഇവരോട് പണം ആവശ്യപ്പെട്ടു. അതിൽ പ്രകോപിതരായാണ് ഇവർ ആദ്യം ആ കടയിൽ അകത്തേക്ക് കയറി ജീവനക്കാരന്റെ തലക്കടിക്കുന്നത്. അതിനുശേഷം ഉടമ തടയാനെത്തുന്നു. തൻസി എന്നാണ് ഉടമയുടെ പേര്. പിന്നീട് കൂട്ടം ചേർന്ന് ഉടമയും അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഉടമയുടെ തലക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. അതിനുശേഷം ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. തുടർന്ന് CCTV കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർ ഇൻഫോ പാർക്കിനടുത്ത് മറ്റൊരു കടയിലെ ജീവനക്കാരാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റ് 2 പ്രതികളെ കൂടി പിടികൂടാനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സ്വന്തം കടയിൽ വന്ന് ചായ കുടിച്ചതിന്റെ പൈസ ചോദിച്ചതിനാണ് ആ കടയുടമയ്ക്ക് അതിക്രൂര മർദ്ദനം ഏൽക്കേണ്ടി വന്നതെന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. പോലീസ് ഈ പ്രതികളെ എല്ലാവരെയും ഉടൻ പിടികൂടുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. സ്വതന്ത്രമായി കച്ചവടം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ 3 ആൾക്കാരെയും ഈ അക്രമം അഴിച്ചുവിട്ട 3 പേരെയും പോലീസ് എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കണം. നിയമപരമായി അവർക്ക് എന്ത് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ അത് കഴിയുകയും വേണം. അത് നന്നായി പരസ്യപ്പെടുത്തുകയും വേണം. അല്ലെങ്കിൽ ആൾക്കാർക്കൊക്കെ സ്വതന്ത്രമായിട്ട് കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം കേരളത്തിലുണ്ടാകുമോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.